ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദാൽ ഫ്രൈ ആണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ തന്നെ പൂരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പരിപ്പാണ് എടുത്തേക്കുന്നത്. നമ്മുടെ സാധാരണ തുവരപ്പരിപ്പ്. ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പരിപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മുടെ പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1-1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പരിപ്പ് വേവിക്കുമ്പോൾ കുക്കറിൽ നിന്ന് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ. ഈ പരിപ്പ് പെട്ടെന്ന് വേവനാണ്, അതാണ് ഞാൻ 2 വിസിലിൽ അടുപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പിന്റെ വേവിനനുസരിച്ച് വിസിലിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. അപ്പോൾ ഇത് അടുപ്പത്തേക്ക് മാറ്റുവാണേ. അപ്പോൾ കുക്കറിൽ നിന്ന് 2 വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ പരിപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ പാത്രം ചൂടായപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം എന്ന് പറയുന്നത് ക്യുമിൻ സീഡ്സ് ആണ്, ചെറിയ ജീരകം. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർക്കുന്നുണ്ട്. പെരുംജീരകം എന്ന് പറയുന്നത് ഫെന്നൽ സീഡ്സ് ആണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ജീരകം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഒന്നിട്ട് കൊടുക്കാം. ജീരകം മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു 2 കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ്, ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. മുളകിന്റെ എരിവിനനുസരിച്ച് ഇതിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വാടി വരണം നമ്മുടെ സവാളയൊക്കെ. എന്ന് വെച്ചാൽ അധികം കളറൊന്നും ചേഞ്ച് ആകണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടി ചേർക്കുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. തീ കൂട്ടി കൊടുത്താൽ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത ഒരു തക്കാളി. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതാണെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതൊക്കെ ഇത് കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് അധികം ചേർക്കുന്നുണ്ട്, നല്ല ഫ്ലേവറാണ്. മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പരിപ്പ് കറി. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.